പുലിമുരുകൻ റിലീസായിട്ട് 10ാമത്തെ വർഷമാണ്. പുലിമുരുകൻ ഇറങ്ങിയതിന് ശേഷം മലയാള സിനിമയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു വാചകമാണ് മുരുക നീ തീർന്നട എന്നുള്ളത്. പ്രധാനമായും മമ്മൂക്ക ഫാൻസ് ആണ് ഈ ഒരു വാചകം കൂടുതലായും ഉപയോഗിച്ചത്. മമ്മൂക്കയുടെ ഹൈപ്പിലുള്ള പുലിമുരുകന് ശേഷം മമ്മൂക്കയുടേതായി ഹൈപ്പിലുള്ള ഏത് സിനിമ വരുമ്പോഴും ആദ്യ ദിവസമോ അല്ലെങ്കിൽ 2ാമത്തെ ദിവസമോ അല്ലെങ്കിൽ റിലീസിന് മുന്നേ ഒക്കെ അധികവും ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ് പുലിമുരുകൻ തീർന്നു അല്ലെങ്കിൽ മുരുക നീ തീർന്നട എന്നുള്ളത്. ഒരുപാട് തവണ നമ്മളത് കേട്ടതുമാണ്. മമ്മൂക്കയുടെ നല്ല പ്രതീക്ഷയിലെത്തിയ ഒത്തിരി സിനിമകൾക്ക് മമ്മൂട്ടി ആരാധകർ ഈ ഒരു വാചകം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഫാൻസിനുള്ള ഒരു വെല്ലുവിളി പോലെ തന്നെയായിരുന്നു ഈ ഒരു വാചകം അവർ ഉപയോഗിച്ചത്. അത് 2017 ഗ്രേറ്റ് ഫാദറും പിന്നെ വന്ന മാസ്റ്റർ പീസിനും അതുപോലെ എബ്രഹാമിന്റെ സന്തതികൾക്കും അതുപോലെ മധുര രാജയ്ക്കും ഭീഷ്മപർവ്വതത്തിനും കണ്ണൂർ സ്ക്വാഡിനും ഇങ്ങനെ തുടങ്ങി സകലമാന സിനിമകൾക്കും അത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പുലിമുരുകന്റെ 7 അയലത്ത് ഒരു മമ്മൂക്ക ചിത്രത്തിന് ഗ്രോസ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. മുരുകൻ നേടിയ ഏതാണ്ട് 145 കോടി രൂപ എന്നുള്ള കളക്ഷൻ ഇപ്പോഴും മമ്മൂക്ക ചിത്രങ്ങൾക്ക് ബാലികേറ മലയാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്നുള്ളത് ഏതാണ്ട് 85 കോടിയോളം രൂപയാണ്. പുലിമുരുകന്റെ 2016 ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനേക്കാൾ 60 കോടിക്ക് പിറകിലാണ് ഒരു മമ്മൂക്ക ചിത്രത്തിന്റെ ഉയർന്ന കളക്ഷൻ എന്നുള്ളത് വളരെ രസകരമാണ്. എന്തായാലും 2026 വരുമ്പോൾ മമ്മൂക്കയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയുണ്ട്, പ്രതീക്ഷയുള്ള കൊമേഴ്സ്യൽ എന്റർടൈനറുകളുണ്ട്, പ്രതീക്ഷയുള്ള സംവിധായകരുണ്ട്. പ്രധാനമായും നിതീഷ് സഹദേവും അതുപോലെ ഖാലിദ് റഹ്മാനും മമ്മൂക്കയെ നായകന്മാരാക്കി കൊമേഴ്സ്യൽ സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ക്യൂബ് എന്റർടൈൻമെന്റ്സ് അവരുടെ ഖാലിദ് റഹ്മാൻ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞത് ഹാപ്പി മമ്മൂട്ടി ഇയർ എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ വർഷമായി 2026 മാറ്റാൻ വേണ്ടി മമ്മൂക്ക ആരാധകരും മമ്മൂക്ക ഫാൻബോയ് ആയ ക്യൂബ് എന്റർടൈൻമെന്റ്സിന്റെ നിർമ്മാതാവും ഒക്കെ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു 2026 മമ്മൂക്ക പുലിമുരുകന്റെ ഗ്രോസ് കളക്ഷൻ മറികടക്കുമെന്ന് തന്നെയാണ് പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നടക്കട്ടെ. 200 കോടി ക്ലബിലേക്കൊക്കെ മമ്മൂക്കയുടെ ഒരു ചിത്രം കയറട്ടെ എന്നും ആശംസിക്കുന്നു.